ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഹെന്ന മിക്സ് ചെയ്യാൻ പോകുമായിരുന്നു. ഞാൻ നോർമലി ബീട്രൂട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള കളർ കിട്ടും, റെഡിഷ് ടോൺ കിട്ടും. അപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ട് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാം. അപ്പോൾ ബീട്രൂട്ട് ഹെന്നയുടെ ഞാൻ ചെയ്യുന്ന രീതി എല്ലാവർക്കും കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ അത് കയ്യിൽ ഒതുങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അതൊന്ന് മുറിച്ചു. ആക്ച്വലി ഫുൾ ബീട്രൂട്ട് തന്നെ നമുക്ക് വേണ്ട. അതിൻ്റെ പകുതി അല്ലെങ്കിൽ പകുതിക്ക് താഴെയുള്ള കാൽഭാഗമായിട്ടുള്ള കഷ്ണം നമുക്ക് മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അത് നല്ലോണം തന്നെ അരച്ചെടുക്കുക. വെള്ളം ഒഴിച്ചാൽ മഷി പോലെ അരച്ചെടുക്കാം, കുറച്ച് വെള്ളം പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അരച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അത് ഒഴിക്കുക. അതായത് നമ്മൾ തിളപ്പിക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ ജാറിലുള്ള ബാക്കിയും കൂടി നമ്മൾ കഴുകി ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളകത്തേക്ക് 2 സ്പൂൺ നിറച്ച് ചായപ്പൊടി ഇടണം. പിന്നെ നല്ല കളറിന് വേണ്ടിയിട്ട് 2 സ്പൂൺ നിറച്ച് കാപ്പിപ്പൊടി ഇടണം. ഇതെല്ലാം കൂടി നല്ലോണം നല്ല തിളപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ ബീറ്റ്റൂട്ടിൻ്റെ നിറം നല്ലോണം അകത്തേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അതുപോലെ നല്ലോണം നമ്മൾ വറ്റിച്ചെടുക്കണം. എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോഴത്തേക്ക് നല്ലോണം തന്നെ ആ ചായപ്പൊടിയുടെ കാപ്പിപ്പൊടിയുടെ ബീറ്റ്റൂട്ടിൻ്റെ എസൻസ് നല്ലോണം ഇറങ്ങി വെള്ളം നല്ലതുപോലെ തന്നെ നിറം മാറി വരും. അതിനുശേഷം തിളച്ച് കഴിഞ്ഞ് നമുക്ക് ചൂടാറ്റാൻ വയ്ക്കുക. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നല്ലോണം തന്നെ അരിച്ചെടുത്തിട്ട് അതായത് ബീറ്റ്റൂട്ടൊക്കെ നല്ലോണം പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഹെന്നയായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹെന്നാപ്പൊടി എടുക്കുക. ഹെന്നാപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തൈര് ചേർക്കണം, കുറച്ച് നാരങ്ങ നീര് നമുക്ക് താരം പോകാനായിട്ടൊക്കെ നല്ലതാണ്. പക്ഷെ നാരങ്ങ നീര് കാരണം നര വരുന്നത് കേൾക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി നരയുണ്ട്, അതുകൊണ്ട് ഞാൻ മൈൻഡ് ആക്കാറില്ല. താരം പോകാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ബീറ്റ്റൂട്ടൊക്കെ തിളച്ച വെള്ളം ഇല്ലേ, അത് നമ്മൾ കുറേശ്ശെ ചേർത്ത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പേസ്റ്റ് പോലെ, വെള്ളം പോലെ ആവരുത്, പേസ്റ്റ് പോലെ ആക്കണം. നല്ല കട്ടി പേസ്റ്റ് പോലെ. കാരണം നമുക്ക് പുരട്ടുന്നതിന് മുമ്പായിട്ട് അകത്ത് മുട്ടയുടെ വെള്ളം ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ആവശ്യം വെള്ളം പോലെ ആകും, ലൂസാകും. അതുകൊണ്ട് ഇപ്പം നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെയാണ് നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത് വെക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഇരുമ്പിൻ്റെ പാത്രം കാണാനില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇരുമ്പിൻ്റെ 2-3 ആണി ഞാൻ അകത്ത് ചേർത്ത് വെക്കും. അപ്പോൾ അതും കൂടി അകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും. ആയിട്ട് ഞാൻ അടച്ചു വെക്കും ഹെന്ന ചെയ്യുന്ന ദിവസം വരേക്കും. നമ്മൾ ഹെന്ന ചെയ്യാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഈ മിക്സൊക്കെ റെഡിയാക്കി വെച്ച് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കളർ നല്ലോണം ഇറങ്ങും. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഹെന്ന ചെയ്യാൻ പോകുന്നതിൻ്റെ അന്ന് ഒരു മുട്ടയുടെ വെള്ളം ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 പനിക്കൂർക്കയുടെ ഇല വാട്ടിയിട്ട് അതിൻ്റെ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തലനീര് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ മുടിയിലേക്ക് നമുക്ക് പുരട്ടാവുന്നതാണ്. മുടിയിൽ പുരട്ടിക്കായിട്ട് ഓരോ സെക്ഷനായിട്ട് വകഞ്ഞ് നമ്മുടെ മുടിയുടെ വേരിലും ഫുൾ മുടിയിലായിട്ടൊക്കെ പുരട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 45 മിനിറ്റ്സോളം വെച്ചിട്ട് മൈൽഡായിട്ടൊരു ഷാമ്പു വെച്ച് കഴുകി കളയാവുന്നതാണ്. നല്ല കളർ കിട്ടും, നല്ല റെഡായിട്ടുള്ള കളർ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ഓൾറെഡി ഹെന്ന പൗഡർ എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.